ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഗാലയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും ഒരു ഹെൽത്തി ഈസി ടേസ്റ്റി റെസിപ്പിയായ ഫ്രൂട്ട് സലാഡുമായിട്ടാണ്. എളുപ്പമാണ്. നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്യേണ്ട സമയം മാത്രം മതി. നമുക്ക് വേണമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമാക്കി ഇതെടുക്കാം. കാഷ്യൂനട്ടും തണ്ണിമത്തനൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തണ്ണിമത്തൻ കുറച്ച്, പിന്നെ പൈനാപ്പിള് തണ്ണിമത്തൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രേപ്സ് ഗ്രീൻ അതും, പിന്നെ കുറച്ച് ഓറഞ്ച് ഒരു 4-5 അല്ലി അത്രയേ ഉള്ളൂ. പിന്നെ മുന്തിരിങ്ങ, ഈ 2 മുന്തിരിങ്ങയും ഏകദേശം ഒരേ അളവിൽ എടുത്തേക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. പിന്നെ ഈന്തപ്പഴം ഞാനൊരു 4 എണ്ണം കുരു കളഞ്ഞ് എടുത്തിട്ടുണ്ട്, 4ആയിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂനട്ട്, കുറച്ച് റോസ്റ്റഡ് പീനട്ട്, നമ്മുടെ കപ്പലണ്ടിയിൽ അത് കുറച്ച് മതി, 5 എണ്ണം എടുത്തിട്ടുള്ളൂ ഞാൻ. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഹണി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഒരു ബൗളിലേക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം ഇടാം. നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഇത് ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞില്ല. അപ്പം ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്, നല്ല എന്താ പറയുക ടേസ്റ്റാണ്, നമ്മുടെ ഡൈജഷനൊക്കെ നല്ലതാണിത്. ഈ ഓറഞ്ച് വേണമെങ്കിലും കട്ട് ചെയ്തിട്ടിടാം കേട്ടോ. ഞാൻ അതിനകത്ത് കട്ട് ചെയ്യുന്നില്ല, നമുക്ക് കട്ട് ചെയ്തിടാം. ഈ ഡേറ്റ്സ് ഇടാം. ഈ കാഷ്യൂനട്ടും പീനട്ടും ഇടാം. നമ്മൾ ഏറ്റവും അവസാനമാണ് നമ്മൾ ഹണി ഒഴിക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അവസാനം ഹണി ആഡ് ചെയ്യാം. എന്ത് ഈസിയല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞ് ഇടുക. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ മനസ്സിനൊക്കെ നല്ലതാണ് ഈ ഒരു നേരം ഫ്രൂട്ട് സലാഡ് ആക്കുക എന്നുള്ളത്. വല്ലപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലതാണല്ലോ. ഇനിയിപ്പോൾ വേനൽക്കാലം വരുമ്പോൾ കുറച്ച് ചില ഫ്രൂട്ട്സിനൊക്കെ വിലക്കുറയാവുക. അപ്പം നമുക്കിതുപോലെ ട്രൈ ചെയ്യാം. ഇപ്പം ഹണി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിതിൽ പഞ്ചസാരയൊന്നും ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നാളെ 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.